ബാലുശ്ശേരി സീറ്റുകൾ ആവശ്യപ്പെട്ട് CK ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി മാനന്തവാടിയിൽ താൻ തന്നെ മത്സരിക്കണമെന്നാണ് പാർട്ടി തീരുമാനമെന്നും അവിടെ ജയം ഉറപ്പാണെന്നും CK ജാനു വ്യക്തമാക്കി. UDF ഘടകകക്ഷി എന്ന നിലയിൽ അർഹമായ പരിഗണന വേണമെന്നും സീറ്റ് കാര്യത്തിൽ വരും ദിവസങ്ങളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനമുണ്ടാകുമെന്നും CK ജാനു പറഞ്ഞു. ഇപ്പോ UDFന്റെ മുന്നണിക്കകത്ത് ഞങ്ങളും കൂടെ ഉണ്ട്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നമ്മൾ അവരോട് 2 സീറ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 മാനന്തവാടി നിയോജക മണ്ഡലവും 2 ബാലുശ്ശേരി മണ്ഡലവുമാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇത്തരം ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ചർച്ചയിലും വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ JRPയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അവര് നമ്മളോട് സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് രേഖാമൂലം എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് എഴുതി കൊടുത്തിട്ടുണ്ട്. ആരും അതിനൊരു എതിരഭിപ്രായം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നമ്മളെ അവഗണിക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. അഭിലാഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷ, നിരന്തരം മാനന്തവാടി സീറ്റിന് വേണ്ടി CK ജാനു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഈ ഘടകകക്ഷി എന്ന നിലയിൽ അത്തരം ഒരു പരിഗണന നൽകാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ബേപ്പൂരിലൊക്കെ പ്രഖ്യാപനത്തിന് മുൻപേ PV അൻവർ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെയുള്ള ഒരു പരിഗണന CK ജാനുവിന് കൊടുക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യം ചോദിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അത്തരത്തിലൊരു പരിഗണന ലഭ്യമാക്കിയിട്ടില്ല എന്നാണ്. സീറ്റിന്റെ കാര്യത്തിൽ ഇതുവരെ ഉറപ്പും ലഭ്യമായിട്ടില്ല. പക്ഷേ 2 സീറ്റുകൾ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനന്തവാടിയും 1 ബാലുശ്ശേരിയുമാണ്. മാനന്തവാടി സീറ്റിൽ മത്സരിക്കണമെന്നൊരു ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അത് UDFനൊപ്പമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ആ രീതിയിൽ മത്സരിക്കണമെന്നൊരു ആവശ്യമാണ് അവരുടെ ഭാഗത്ത് ഉയർന്നു വന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ രൂപീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റികളുടെയും കീഴ്ഘടകങ്ങളുടെയും ഒക്കെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവർ രൂപീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി UDFന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 2 സീറ്റുകൾ തങ്ങൾക്ക് വേണം. അതിൽ മാനന്തവാടി സീറ്റ് എങ്കിലും ഉറപ്പായും വേണമെന്നുള്ളൊരു നിലപാടിലേക്കാണ് അവർ എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ UDFുമായി ബന്ധപ്പെട്ട് നേരത്തെ മുത്തങ്ങ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവർക്ക് മാപ്പ് നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി അവർ പറയുകയും ചെയ്യുന്നത്. ഏതായാലും UDFുമായി ഇപ്പോൾ യോജിച്ചു പോകുന്നത് ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ആണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ CK ജാനു പറയുകയും ചെയ്തത്. ഏതായാലും UDFിന്റെ ഒപ്പം നിൽക്കുകയും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.